ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ ഇതിന് മുന്നേ ഒരു മൈ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു പോകാം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഓഗസ്റ്റ് 26, 2012 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. സെപ്റ്റംബർ 4th or 5th എന്തോ ഞങ്ങൾ ബോംബെക്ക് പോയി. ഒക്ടോബർ ബിഗിനിങ്ങിൽ 3 ദിവസത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ബോംബെയിലേക്ക് വന്നിരുന്നു. മക്കളെ ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മോളിൽ വെച്ച് അച്ഛൻ നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പ്രൊഫസറായിരുന്നു. MG കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാരാഭായ് എഞ്ചിനീയറിംഗ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ആയിരുന്നു അച്ഛൻ, പ്രൊഫസർ MK നരേന്ദ്രനാഥ്. അപ്പോൾ അച്ഛൻ്റെ സ്റ്റുഡൻസ് തന്നെ പറയുമായിരുന്നു, എൻ്റെ ചേച്ചിയുടെ ഒക്കെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയുമായിരുന്നു, സാറിൻ്റെ ബോഡി ഇത് നല്ല ഫിറ്റ് ബോഡിയാണ്, അച്ഛൻ്റെ കുടവയറില്ല, നല്ല ഫിറ്റ് ബോഡിയാണ് അച്ഛൻ്റെ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഒരുപാട് ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞു. അവർ അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഡിസംബർ ഒരു പകുതിയൊക്കെ ആയപ്പോൾ അമ്മയും അച്ഛനും കൂടെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി, ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പം അച്ഛന് ബാംഗ്ലൂർ ക്ലൈമറ്റ് അത്ര ശരിയാവില്ല, അച്ഛൻ അലർജിക്കാണ്. അപ്പോൾ അമ്മയെ കൊണ്ടുവിട്ടു. 2 ദിവസം വെച്ച് അവിടെ നിന്നിട്ട് അച്ഛൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ഒരു ഡിസംബർ എൻഡിനാണ്. ഒരു ഡിസംബർ 31 ആ സമയത്താണ് അമ്മ തിരിച്ചു വന്നത്. അപ്പോൾ അമ്മയെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, സാന്ത്വനയിൽ പോകണം, ഡോക്ടർ ജോൺ പണിക്കരെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛന് ചെവിയുടെ അവിടെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു പെയിൻ ഉണ്ട്, നല്ലതായിട്ട് പെയിൻ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ അച്ഛൻ സ്പ്രിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞ ഡെൻറ്റൽ ക്ലിനിക്കിൽ, പട്ടത്തുള്ള ഡെൻറ്റൽ ക്ലിനിക്കിൽ അച്ഛൻ പല്ലിൻ്റെ ഇതിന് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്, നാക്കിലൊരു വൈറ്റ് പാച്ച് കാണുന്നുണ്ട്, അതെന്തായാലും കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഈ ഡോക്ടർ ജോൺ പണിക്കർ എന്നെ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിൻ്റെ ഒരു ബയോപ്സി എടുക്കണം, നമുക്ക് കൺഫേം ഒന്നും അല്ല, എന്നാലും ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ബയോപ്സി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് അമ്മ, ചേച്ചി, ഞങ്ങൾ 3 പേരും ഷോക്ക്ഡായിരുന്നു. ബയോപ്സിയുടെ റിസൾട്ട് ഒരു ജാനുവരി പകുതിയൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ അതിൽ അച്ഛൻ്റെ ടങ്ങിൽ പാച്ചുള്ളത് മാലിഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് RCCയിലായിരുന്നു സർജറി ചെയ്തത്. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും, ഫെബ്രുവരി മിഡൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ സർജറി, ഫെബ്രുവരി 22nd, 2013 ആയിരുന്നു അച്ഛൻ്റെ സർജറി. അപ്പോൾ ആ മാസം അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആറ്റുകാൽ പൊങ്കാല. അപ്പം ഞാൻ ആ സമയത്ത് നാട്ടിലുണ്ട്. അപ്പോൾ അമ്മ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ആണ് പൊങ്കാല ഇടാൻ വിട്ടത്. അപ്പോൾ റാണി ചേച്ചി, അമ്മയുടെ കസിനുണ്ട് പൂജപ്പുരയിൽ, റാണി ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കൂടെ പൊങ്കാല ഇടാനായിട്ട് പോയത്. പൊങ്കാല ഇട്ടിട്ട് തിരിച്ച് നടന്നു വന്നപ്പോൾ, പൊങ്കാല ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ക്ഷീണമാണ്, ഒരുപാട് വെള്ളം കുടിക്കാനൊക്കെ തോന്നും. ബട്ട് ഇതെനിക്ക് കുറച്ച് ഓവറായിട്ട്, എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം, വേർത്തൊലിക്കുന്നു. പൊങ്കാല ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്, വേർത്തൊലിക്കുന്നു. ഞാൻ റോഡിൽ കാണുന്ന വെള്ളം എല്ലാം മേടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ റാണി ചേച്ചി ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചത്, എനിക്ക് എന്തോന്ന് വെള്ളം വേണമെങ്കിൽ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ഇവിടെ നിന്ന് വല്ലതും വാങ്ങിച്ചു തരൂലേന്ന് ചോദിച്ചു. അങ്ങനെ ബേക്കറി കയറ്റി റാണി ചേച്ചി എനിക്ക് ഇതൊക്കെ മേടിച്ചു തന്നു, ജ്യൂസൊക്കെ മേടിച്ചു തന്നു. ബട്ട് സ്റ്റിൽ എൻ്റെ ഇത് തീരുന്നില്ല, എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് പോയി. അപ്പോൾ ഞാൻ അന്ന് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്ന് അവിടെ ജോലിയില്ല, ബോംബെയിൽ ജോലിയില്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ അലിയൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ഞാൻ റിസൈൻ ചെയ്തത്.
അങ്ങനെ ബോംബെയിലെത്തി. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അനൂപ് ഓഫീസിലേക്ക് പോയി. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹ്യൂജ് ബാൽക്കണിയാണ്, ഒരു റൂമിൻ്റെ അത്രയൊക്കെ വരും. അപ്പോൾ അവിടെ തന്നെ 2 ഫിഷ് ടാങ്ക് അനൂപ് വെച്ചിട്ടുണ്ട്, വലിയ ഫിഷ് ടാങ്ക്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അത് തൂത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു മെയ് പകുതിയൊക്കെ ആയപ്പോഴാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. തൂത്ത് കഴിഞ്ഞു, തൂത്തൊക്കെ എടുത്തു കഴിഞ്ഞു. വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് വൈപ്പറിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം ഇങ്ങനെ കുനിഞ്ഞൊഴിച്ചിട്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, എനിക്ക് പൊങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര പെയിൻ, വയറിൽ നിന്ന് ഭയങ്കര പെയിൻ വരുന്നു. എനിക്ക് എണീറ്റ് നിൽക്കാനേ പറ്റുന്നില്ല. അനൂപും ഇല്ല വീട്ടിൽ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫോണും എൻ്റെ കയ്യിലില്ല. ഞാൻ എഴഞ്ഞ് ലിറ്ററലി ഞാൻ തറയിൽ എഴഞ്ഞ് ഞങ്ങളുടെ ബെഡ്റൂമിൽ ചെന്ന് കിടന്നു, വല്ല വിധേനയും കിടന്നു. അപ്പോൾ ഇതൊരു 3-3:30 സമയമൊക്കെ ആയി. അപ്പോൾ അനൂപിൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് അനൂപ് വരുന്നത് 4:35 അനൂപിന് ഏർലി ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ 5 മണിക്കൊക്കെ അനൂപ് തിരിച്ചെത്തും. അനൂപ് കോളിംഗ് ബെല്ല് അടിക്കുന്നു. എനിക്ക് പറയണമെന്നുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഫോണും എൻ്റെ അടുത്തെങ്ങും ഇല്ല. കയറി വരും, എനിക്ക് എണീക്കാൻ വയ്യ എന്ന് പറയണമെന്നുണ്ട്. ഭാഗ്യത്തിന് അനൂപ് എപ്പോൾ പോയാലും ഡോറിൻ്റെ ഒരു കീ എടുത്തിട്ടേ പോകാറുള്ളൂ. അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറ്റിയിടില്ല, പൂട്ടുകയാണ് ചെയ്യുന്നത്. അനൂപ് രാവിലെ പോകുമ്പോൾ പൂട്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ തുറക്കാനോ കുറ്റി ഇടാനോ ഒന്നും പോകാറില്ല. ഭാഗ്യത്തിന് അനൂപിൻ്റെ കയ്യിൽ കീ ഉണ്ടായിരുന്നു. അനൂപ് തുറന്ന് കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു, വളരെ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അനൂപ് പറഞ്ഞു നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി. എനിക്ക് ഈ ഡോക്ടർമാരെ കാണുന്നത് പോലെ ദേഷ്യം വേറൊന്നുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നത്തിങ് അഗെയിൻസ്റ്റ് ഡോക്ടേഴ്സ്, എനിക്ക് ഡോക്ടേഴ്സിനൊക്കെ റെസ്പെക്റ്റാണ്. പക്ഷെ എനിക്കെന്തോ ഡോക്ടറെ പോയി കാണുക, എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയുക, അതൊക്കെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഇതുപോലെയാണ്. അപ്പോൾ അനൂപ് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ശരി, നമുക്ക് ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ജാസ്മിൻ പോൾ എന്ന് പറഞ്ഞിട്ട്, ആ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറഞ്ഞു. ചെറുതായിട്ടൊരു പൊസിഷൻ ചേഞ്ച് വരുത്തി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ നേരെ താഴെ, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ നേരെ താഴെയുള്ള ജാസ്മിൻ പട്ടേൽ, ആ ഡോക്ടറിനെ പോയി കണ്ടു. അവരെ കണ്ട ഉടനെ പറഞ്ഞത് ये तो PCOD है എന്നാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പീരിയഡ്സ് വരുന്നത് റെഗുലറായിട്ടല്ല, കുറച്ച് ഡിലേ ആവാറുണ്ട്. ഒരു 42 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പീരിയഡ്സ് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവർ PCOD എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും വിശ്വസിച്ചങ്ങിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ പെയിൻ ഇതാണെന്ന് ഞാൻ പറയും. എനിക്കറിയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു പെയിനായിരുന്നു. അപ്പോൾ അനൂപ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നീ ട്രിവാൻഡ്രത്തേക്ക് പൊക്കോ, അനൂപിന് ലീവ് കിട്ടില്ല അപ്പോൾ ആ സമയത്ത്. അപ്പോൾ നീ ട്രിവാൻഡ്രത്തേക്ക് പൊക്കോ, അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടേത് ഒരു ജസ്റ്റ് ചെറിയൊരു ക്ലിനിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ അച്ഛനും അമ്മയും കണ്ടപ്പോഴേ എനിക്കൊരു പകുതി ആശ്വാസമായി. അത് കഴിഞ്ഞ് ഞാൻ എത്തിയതൊരു തേഴ്സ്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടെ അനൂപിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി, അമ്മയും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അനൂപിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അനൂപിൻ്റെ വീട്ടിലേക്ക് കയറുന്ന നല്ലൊരു കയറ്റാണ്. അപ്പോൾ അച്ഛൻ എന്തായാലും കൂടെ വരാൻ പറ്റില്ല, അച്ഛൻ്റെ സർജറി ചെയ്തിരിക്കുകയാണ്, കൂടെ വരാൻ പറ്റില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു ഓട്ടോ എടുത്തു. ഓട്ടോ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കയറ്റം ഫുൾ ഞാൻ കയറുകയും ചെയ്തു, ഈ പെയിനും എല്ലാം വെച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇതെന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബോംബെയിൽ വെച്ചിട്ട്
ഞാനും അനൂപും കൂടെ മഹേഷ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അനൂപും കൂടെ പോയി ക്രാബ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഗ്യാസാണ്, ഗ്യാസ് ഫോം ചെയ്തിരിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള മരുന്നുമൊക്കെ ഞാൻ മേടിച്ച് കഴിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്തെത്തി അനൂപിൻ്റെ വീട്ടിലേക്ക്. ആ കയറ്റം കയറിപ്പോയി. ഇപ്പോൾ അമ്മ പറഞ്ഞു വേഗം കയറ് എന്നാലേ ഗ്യാസ് എല്ലാം പോവുള്ളൂ, ഉള്ളിൽ കിടക്കുന്ന ഗ്യാസ് എല്ലാം പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം സാറ്റർഡേ ആണ് ഞാൻ ക്രെഡൻസ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, ക്രെഡൻസിൽ ക്യാൻറ്റീനിൽ നല്ല ഇടിയപ്പം മുട്ടക്കറിയും കിട്ടും. അപ്പോൾ പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എനിക്കായിട്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ക്രെഡൻസിലെ ക്യാൻറ്റീനിൽ ഇടിയപ്പം മുട്ടക്കറിയും കിട്ടുമല്ലോ, നമുക്കപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിൽ പോയി ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് ഡോക്ടർ ശാന്തമ്മ മാത്യുവിനെ കാണാനായിട്ട് കയറിയത്. ഡോക്ടർ എടുത്ത വായിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടി പ്രഗ്നൻ്റ് ആണോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ ബ്ലഡൊക്കെ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ലാബിലെന്തോ വിളിച്ചിട്ട് പറഞ്ഞു, അർച്ചനാനാഥിൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എനിക്ക് 1 മണിക്കൂറിനകം കിട്ടണം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വീൽ ചെയറിൽ പോകാൻ പറഞ്ഞു. ഈ കാഷ്വാലിറ്റി ഉണ്ടല്ലോ അവിടെ, ആ റൂമിൽ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും കത്തുന്നില്ലല്ലോ, എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്കും അതുപോലെ തന്നെ. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛനും കൂടെ ഇല്ല. അമ്മയ്ക്ക് ആ ഒരു ടെൻഷനും കൂടെ ഉണ്ട്, ആരുമില്ല അവിടെ. അപ്പോൾ അമ്മയ്ക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ വീൽ ചെയറിൽ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട, ഞാൻ നടന്നു പോകുന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല പറ്റില്ല, വീൽ ചെയറിൽ തന്നെ ഇരുന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ വീൽ ചെയറിലിരുന്ന് കാഷ്വാലിറ്റിയിലെത്തി എന്നെ അവിടെ കിടത്തി. ഡ്രിപ്പ് തന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അമ്മയെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു, ഫാലോപ്പിയൻ ട്യൂബ് റപ്ചറായി. ട്യൂബിൻ്റെ അകത്തായിരുന്നു കുഞ്ഞുണ്ടായി. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ട്യൂബിൻ്റെ അകത്ത് ഫാലോപ്പിയൻ ട്യൂബിൻ്റെ അകത്താണ് കുഞ്ഞുണ്ടായിട്ട് അത് അവിടെ ഇരുന്ന് വലുതായി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എടുത്ത് കളയാം, ട്യൂബിനൊന്നും പറ്റില്ല. ഇത് ഞാൻ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നു, ഞാൻ അറിഞ്ഞും കൂടിയില്ല. അങ്ങനെ ട്യൂബ് റപ്ചറായി, കുഞ്ഞ് അതിൻ്റെ അകത്തിരുന്ന് പൊട്ടിപ്പോയി. അങ്ങനെ കുഞ്ഞ് പോയി. അപ്പോഴും ഞാൻ അറിയുന്നില്ല എനിക്കിനി എൻ്റെ ഫാലോപ്പിയൻ ട്യൂബ് പോയി, ഇനി കുഞ്ഞുണ്ടാവാൻ പാടാണ് എന്നൊന്നും എനിക്ക് അറിയില്ല. ഉടനെ സർജറിക്ക് കയറ്റി എന്നെ. ഇത് വന്ന് കഴിഞ്ഞ ഉടനെ റിപ്പോർട്ട് ഡോക്ടറിന് കിട്ടിയ ഉടനെ എന്നെ സർജറിക്ക് കയറ്റി. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛൻ സർജറി കഴിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് ട്രാവലിംഗ് ഒന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പം അമ്മയ്ക്ക് ആരുമില്ല. അനൂപ ബോംബെയിലാണ്. അമ്മ നേരെ ചേച്ചിയെ വിളിച്ചു. ചേച്ചി അവിടെ ബാംഗ്ലൂരിൽ ചെന്ന് ചേച്ചിയുടെ ബോസിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞ് ലീവ് എടുത്ത് വന്നു. ഒരാഴ്ചയോ 1.5 എന്തോ എൻ്റെ ചേച്ചി വന്നു. ചേച്ചി അന്ന് തന്നെ എത്തിയെന്ന് തോന്നുന്നു. അന്നാണോ പിറ്റേന്ന് എൻ്റെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ചേച്ചി എത്തി. അതിൻ്റെ പിറ്റേന്ന് അനൂപ് എത്തി. അപ്പോൾ സർജറി കഴിഞ്ഞു. അമ്മ കണ്ടു, അമ്മയും കുഞ്ഞമ്മയൊക്കെ കണ്ടു. അനൂപിൻ്റെ അമ്മയ്ക്ക് കാണണ്ടെന്ന് പറഞ്ഞു. അമ്മയും കുഞ്ഞമ്മയൊക്കെ കണ്ടു കുഞ്ഞിനെ. അത് പൊട്ടിപ്പോയി, കുഞ്ഞിനെ പൊട്ടിപ്പോയി. അതിൻ്റെ ഉള്ളിലിരുന്ന് ട്യൂബിലിരുന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പിറ്റേ ദിവസം റൗണ്ട്സിന് വന്നപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, എനിക്കിനി കുഞ്ഞ് ഉണ്ടാവാൻ പാടായിരിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മയടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അത് ഡോക്ടർ വരുമ്പോൾ പറയും, ഡോക്ടർ പറഞ്ഞോളും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. പിറ്റേ ദിവസം ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞത് സാറ്റർഡേ ആണ്. പിറ്റേന്ന് സൺഡേ ഡോക്ടേഴ്സ് ഇതിന് വരില്ലല്ലോ, റൗണ്ട്സിന് വരില്ലല്ലോ.
അത് കഴിഞ്ഞിട്ട് മൺഡേ ആണ് ഡോക്ടർ വരുന്നത്. സൺഡേ എല്ലാവരും എന്നെ കാണാൻ വരുന്നുണ്ട്. അനൂപിൻ്റെ അച്ഛനും അമ്മയും വന്നു, കുഞ്ഞമ്മ, കൊച്ചച്ഛൻ, വിമൽ അന്നുണ്ടായിരുന്നു, ലക്ഷ്മി, അവള് എന്താണെന്ന് എനിക്കറിയില്ല, വിമലും ശംഭുവും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സർജറിയുടെ സമയത്ത്. ലക്ഷ്മി എനിക്കറിയില്ല എന്തായിരുന്നു, അവളുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചേച്ചി പിറ്റേ ദിവസം തന്നെ എത്തി. സുചേട്ടനില്ലായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. കുട്ടികൾ ഒറ്റയ്ക്കാണ് അവിടെ ബാംഗ്ലൂരിൽ, അതുകൊണ്ട് സുചേട്ടൻ വന്നില്ല, ചേച്ചി മാത്രമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ സൺഡേ ഞാൻ എല്ലാവരുടെയും തകർത്ത് വെച്ച് വാചകം അടിക്കുകയാണ്. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം മൺഡേ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ റൗണ്ട്സിനെത്തി. ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇനി അപ്പോൾ കൺസീവ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, അർച്ചനയുടെ ഫാലോപ്പിയൻ ട്യൂബ് പൊട്ടിപ്പോയി, മറ്റേ ട്യൂബിൻ്റെ ഹാഫും കൂടെ അവർക്ക് മുറിച്ചെടുക്കേണ്ടി വന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഹാഫും കൂടെ മുറിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇനി കൺസീവ് ചെയ്യുന്നെങ്കിൽ IVF ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എന്തായിരുന്നു എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കറിയില്ല. അതുവരെ തലേ ദിവസം വരെ നല്ല കളിയും ചിരിയായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. മൺഡേ ഡോക്ടർ ഇത് വന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ വന്ന് സമാധാനിപ്പിച്ചു. അച്ഛൻ്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റിൽ അച്ഛൻ എന്നെ കാണാൻ വന്നു എൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത് സോറി, കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. സിസേറിയൻ ചെയ്തിട്ടാണ് അവർ എടുത്തത്. കീഹോളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. സിസേറിയൻ ഒരു കുഞ്ഞിനെ എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെയാണ് അവരെടുത്തത്, സിസേറിയൻ ചെയ്ത്. അപ്പോൾ വീട്ടിലെത്തി എന്താണ് വേദുകുളി അങ്ങനത്തെ സംഭവം, വേദുകുളിയായിട്ടല്ല, അമ്മ എന്തൊക്കെയോ മരുന്നുകളിട്ട് വെള്ളം ചൂടാക്കി തരും, അത് ഇട്ട് കുളിക്കുക, അതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു സർജറിയുടെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഇയർ 2014 ജൂണിൽ ഞാൻ IVFന് ട്രൈ ചെയ്തു. ഇപ്പോൾ ക്രെഡൻസ് തന്നെയാണ് ഞാൻ പോയത്. IVFന് ട്രൈ ചെയ്തു. ആദ്യം ചെയ്തു, പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ തുമ്മരുത്, ഒരു 14 days കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ്, അനങ്ങാൻ പോലും പാടില്ല, അങ്ങനത്തെ ഇതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എൻ്റെ തലയുടെ മേളിലായിരുന്നു ആ AC വെൻ്റ് ഇരുന്നത്. അപ്പോൾ അത് ഫുൾ എൻ്റെ തലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴേ അറിയാം എനിക്ക് കോൾഡ് വരും, ചുമയ്ക്കും, തുമ്മും എന്നുള്ള കാര്യം എനിക്കറിയാം. പ്രൊസീജിയറെല്ലാം ചെയ്ത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എനിക്കിങ്ങനെ തുമ്മാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം മൂക്കിങ്ങനെ അടയ്ക്കും, തുമ്മാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിങ്ങനെ അടയ്ക്കും. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് മറ്റേ ഇൻഹെയിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ, നെബുലൈസേറ്റർ അല്ലല്ലോ, നെബുലൈസ് ചെയ്യുന്നതല്ല, ഇൻഹെയിലർ തരാൻ പറഞ്ഞു. അത് അവരവിടെ കൊണ്ടുവന്ന് വച്ചു. അപ്പോൾ അത് ലോക്ക് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അവിടെ കുത്തി വെച്ചു, വെള്ളം ചൂടായി. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഈ മേശ ഇവിടെയാണ്, അപ്പം ഇവിടെയാണ് ഇൻഹെയിലർ വെച്ചിരിക്കുന്നത്, അപ്പം തിരിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് മൂക്കിലിങ്ങനെ പിടിക്കാൻ നോക്കി. ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് ഇൻഹെയിലറാണ്. സാധാരണ നമ്മുടെ ടൈപ്പിലുള്ള അതുപോലത്തെ അല്ല, കോളാമ്പി പോലെ ഇരിക്കുന്ന ടൈപ്പിലുള്ളതാണ്. അപ്പം അതെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ പിടിക്കാൻ നോക്കിയത് ലോക്ക് വീണിട്ടില്ലായിരുന്നല്ലോ. ആ ചൂടുവെള്ളം എല്ലാം കൂടെ എൻ്റെ പുറത്ത് തന്നെ വന്ന് വീണു. ഞാൻ ആ ജേർക്കിൽ ചാടി എണീറ്റു. അപ്പം തന്നെ എനിക്ക് കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ വന്നു, നിഷ എന്നാണെന്ന് തോന്നുന്നു സിസ്റ്ററിൻ്റെ പേര്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെനിക്ക് മനസ്സിലായി. ഇല്ല കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. റെസ്റ്റ് എടുത്തു. 14 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഇല്ല. പിന്നെയും ഞാൻ ഒരിക്കൽ ഇതുപോലെ പിന്നെയും IVF ചെയ്തു. അതും സക്സസ്ഫുൾ ആയില്ല. അങ്ങനെയാണ് എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു
എത്രയോ ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്നവർ. അപ്പോൾ എനിക്ക് ദൈവം അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് ഒരു വിധി തന്നതെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ അനൂപ് നല്ലൊരു പാർട്ട്ണറാണ്. എന്നെ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം അങ്ങനെയാണ് എനിക്കൊരു വിധി തന്നിട്ടുള്ളതെങ്കിൽ ഞാനത് അനുഭവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അനൂപ് എന്നെ ഒരിക്കൽ പോലും, അനൂപും അതെ അനൂപിൻ്റെ വീട്ടുകാരും അതെ, ഒരിക്കൽ പോലും എൻ്റെ ഈ കാര്യം പറഞ്ഞ് എന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. അതിൽ ഐ എം ഗ്രേറ്റ്ഫുൾ. ഞങ്ങൾ തമ്മിൽ നല്ലതായിട്ട് വഴക്കുണ്ടാവും കേട്ടോ, ഞാനും അനൂപും തമ്മിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾക്ക്. ഒരു ദിവസം ഒരു 10 അടിയെങ്കിലും ഞങ്ങൾ തമ്മിലുണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ കാര്യം പറഞ്ഞ് ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല അനൂപ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹൗ ഐ ലോസ്റ്റ് മൈ ബേബി വീഡിയോ. പിന്നെ കുഞ്ഞെന്നൊരു ഓപ്ഷൻ എനിക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദൈവം അങ്ങനെ ഒരു വിധി എനിക്ക് കുഞ്ഞുങ്ങളുടെ ഇതിൽ എന്താണ്, കുഞ്ഞുങ്ങൾ വേണം എന്നുള്ളൊരു ഇത് എനിക്ക് തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു, അനൂപും അത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളിപ്പോൾ മുന്നോട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അനൂപിന് എനിക്ക് അനൂപ്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ചേച്ചിയുടെ 2 മക്കളുണ്ട്. അവന്മാരാണ് എൻ്റെ എല്ലാം. താങ്ക് യു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അഡിയോസ്.